ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചെറുപയർ മുളപ്പിച്ച ഒരു തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മുളപ്പിക്കാനായിട്ട് ഒരു 7 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ്. അപ്പോൾ അതിന് ശേഷം ഒത്തിരി മുള വന്നിട്ടില്ല, കുറച്ച് മുളയേ വന്നിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പാകം. ഒത്തിരി മുള വന്നാലൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് 2 വിസിൽ കേട്ടാൽ മതി. ഞാനിതൊരു 4 വർഷം മുമ്പ് വീണ ചേച്ചിയുടെ ചാനലിൽ നിന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 വിസിൽ വന്നതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് 2 കഷ്ണം വെളുത്തുള്ളി കേട്ടോ ആദ്യം തന്നെ ഇടുന്നത്. ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു 11 മണി സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ഇരുന്നാലാണ് കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ. വെളുത്തുള്ളി ഇട്ടു, അതിന് ശേഷം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഇടുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. എൻ്റെ കയ്യിലിപ്പോൾ കുഞ്ഞുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ, എരിവ് സ്പൈസി ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ. നന്നായിട്ട് ഇത് മൂത്തതിന് ശേഷം നമുക്ക് ചതച്ച മുളക് ഇടാം. അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറണം. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച വറ്റൽമുളക് ഇടുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിന് ശേഷം വറ്റൽമുളക് ഇടുക. കാശ്മീരി മുളക് പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ വറ്റൽമുളകുണ്ട്, അതുകൊണ്ട് ഞാൻ വറ്റൽമുളകാണ് ഇടുന്നത്. ചതച്ച മുളകാണ് ഇടുന്നത്. കുറച്ചൊരു ടേസ്റ്റ് ഇത് ഇടുമ്പോഴാണ്. ഇതിൻ്റെ നന്നായിട്ട് ഇത് മൂക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അതിന് ശേഷം കുറച്ച് തേങ്ങ പീര ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ 2 വിസിലടിച്ച് വെച്ചിരിക്കുന്ന പയറിടുക. പയറിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണേ. തുറന്ന് വെച്ച് വറ്റിച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ടും. അതിന് ശേഷം ആവശ്യമുള്ളെങ്കിൽ ഉപ്പ് ചേർക്കാം. ഫൈനലായിട്ട്
കുറച്ച് നമുക്ക് വേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് കുറച്ച് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.